കൂട്ടുകാരെ, നമ്മുടെ വായന തുടരുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടെ ഇത് ശ്രവിക്കാം. ഫിലിപ്പോസ്, നിന്റെ യാത്രാവിശേഷങ്ങൾ പറയൂ. കുടുംബത്തെ സന്ദർശിക്കുവാനായി പോയവെന്ന് അവനോട് ഞാൻ ചോദിച്ചു. വിശേഷിച്ച് ഒന്നുമില്ല ഗുരു, അവൻ പറഞ്ഞു. എല്ലാവരെയും ഒരിക്കൽ കൂടി കണ്ടപ്പോൾ സന്തോഷം തോന്നി. വീട്ടിലായിരിക്കുന്നത് സുഖമാണ്. എന്നാൽ അങ്ങയോട് വീണ്ടും ചേരുവാൻ എനിക്ക് കാത്തിരിക്കാനായില്ല കർത്താവേ, അവൻ തുറന്നു പറഞ്ഞു. കുടുംബത്തിലുള്ള സ്നേഹം അത് ദൈവത്തിൻ്റെ വിശിഷ്ടമായ ദാനമാണ്. അത് സംരക്ഷിക്കുകയും ആനന്ദിച്ചനുഭവിക്കുകയും വേണം. എപ്പോഴും ഓർമ്മിക്കുക, ദൈവസ്നേഹമായിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. എന്തെന്നാൽ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഉടനീളം സ്നേഹമാകുന്നു. എല്ലാം ദൈവസ്നേഹത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിനാൽ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എല്ലാ സ്നേഹത്തിലും പങ്കുകാരാകുന്നു. ഇപ്രകാരമാണ് സ്നേഹം വളരുകയും വ്യാപിക്കുകയും ചെയ്യുന്നത്. ഞാൻ വിശദീകരിച്ചു. ഫിലിപ്പോസ്, പിന്നെ എന്തുണ്ട് പറയൂ. വിശേഷങ്ങൾ അറിയാനുള്ള ആകാംക്ഷയോടെ പത്രോസ് ചോദിച്ചു. ഉണ്ട്, വിശേഷമുണ്ട്. നാട്ടിലുടനീളം കർത്താവിൻ്റെ നാമം മനുഷ്യരുടെ നാവിലുണ്ട്. അങ്ങ് പ്രവർത്തിച്ച അത്ഭുതങ്ങളാണ് എല്ലാവരുടെയും സംസാര വിഷയം. കർത്താവെ, അങ്ങ് അവരുടെ ഗ്രാമങ്ങളും പട്ടണങ്ങളും സന്ദർശിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങ് വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പലരും. ഫിലിപ്പോസ് പറഞ്ഞു. എല്ലാ ആളുകളും എനിക്ക് വേണ്ടി കാത്തിരിക്കുകയും ഞാൻ വരുമ്പോൾ സ്വീകരിക്കുകയും ചെയ്തുവെങ്കിൽ മാത്രമേ പിശാച് അപ്രത്യക്ഷമാവുകയുള്ളൂ. ഞാൻ ഒരു ദീർഘനിശ്വാസത്തോടു കൂടി പറഞ്ഞു. കർത്താവെ, നമ്മൾ ജാഗരൂകരായിരിക്കണം. എന്തെന്നാൽ സിനഗോഗിലുള്ള പലരും അങ്ങയോട് അസൂയുള്ളവരാണെന്ന് ഞാൻ കേട്ടു. പലരും അങ്ങയെ ദ്രോഹിക്കുവാൻ ആലോചന നടത്തുന്നു. അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നു. ഒരു മുന്നറിയിപ്പിൻ്റെ ലാഞ്ചനയുള്ള സ്വരത്തിലാണ് ഫിലിപ്പോസ് പറഞ്ഞത്. എൻ്റെ സ്നേഹിത, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നറിയുക. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറുന്നതുവരെ യാതൊന്നിനും നമ്മെ തടയാനാവില്ല, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ കർത്താവെ, അങ്ങ് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ അങ്ങയെ കൊന്നുകളയും. ഫിലിപ്പോസ് കെഞ്ചി. സ്ഥിതികൾ എത്ര മാത്രം വഷളാണ് എന്നതിനെക്കുറിച്ച് ഞാൻ തീരെ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് അവൻ കരുതിയിരുന്നത്. ജീവൻ നൽകപ്പെടുന്നത് പിതാവിൽ നിന്നാണ്. പിതാവ് തൻ്റെ സമയത്ത് അത് തിരികെ എടുക്കുന്നു. ജീവിതം എന്നാൽ മരണത്തിലൂടെ കണ്ടെത്തുന്ന നിത്യ സ്നേഹത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ആരംഭം എന്ന് മാത്രമേ ഉള്ളൂ. മരണത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. എന്തെന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മരണം സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഞാൻ പറഞ്ഞു. വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായ മരണം വളരെയധികം തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിരിക്കുകയാണ്. എന്നാൽ കേൾക്കുവാനും കാണുവാനും വിശ്വസിക്കുവാനും തയ്യാറായിട്ടുള്ളവർക്ക് ഞാൻ ഒരു നാൾ എല്ലാ ആശയക്കുഴപ്പങ്ങളും മാറ്റിക്കൊടുക്കും. അപ്പോൾ മരണത്തിലെ സത്യം വെളിപ്പെടുകയും വിശ്വാസികൾക്ക് അത് ആനന്ദമായി പരിണമിക്കുകയും അവിശ്വാസികൾക്ക് ദുഃഖമായി തീരുകയും ചെയ്യും. നല്ല ജീവിതം നയിക്കുന്നവർക്ക് മരണം ഒരു സമ്മാനമാണ്. എന്നാൽ പാപത്തിൽ വസിക്കുന്നവർക്കോ ദുഃഖകാരണവും. ശിഷ്യന്മാർ കുറച്ചു സമയം മൗനത്തിൽ കണ്ടുപോയി. യൂദാസ് കറിയോത്തായിയാണ് നിശബ്ദതയ്ക്ക് വിരാമമിട്ടത്. ഞാൻ വിശന്നും മരിക്കാറായി, നമുക്ക് എന്തെങ്കിലും ഭക്ഷിക്കാം. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അവൻ്റെ പ്രതികരണം കേട്ട് ഞാനും ചിരിച്ചുപോയി. ഞങ്ങൾ എന്തിനാണ് ചിരിക്കുന്നതെന്ന് യൂദാസിന് ശരിക്കും മനസ്സിലായില്ല. അല്പം ചിന്താക്കുഴപ്പം നിഴലിക്കുന്ന ഭാവത്തോടെ അവനും ഞങ്ങളുടെ ചിരിയിൽ പങ്കുചേർന്നു. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ യൂദാസ് ആത്മാർത്ഥമായി പുഞ്ചിരിച്ചു. ഭക്ഷിച്ചതിന് ശേഷം പുറപ്പെടുവാൻ ഒരുങ്ങിയപ്പോൾ യാക്കോബ് അരികിൽ വന്ന് സ്വരം താഴ്ത്തി പറഞ്ഞു. കർത്താവെ, ഫിലിപ്പോസിന് നമ്മുടെ ജെറുസലേം യാത്രയെക്കുറിച്ച് നേരത്തെ തന്നെ അല്പം ആശങ്കയുണ്ടായിരുന്നു. അവന് യാത്ര ചെയ്യാൻ സാധിക്കുമോ എന്ന് സംശയം. എന്തെന്നാൽ കുറച്ച് ദിവസമായി അവന് നല്ല സുഖമില്ല. അങ്ങ് ശ്രദ്ധിച്ചിരുന്നില്ലേ? അവൻ വളരെ കുറച്ച് മാത്രമാണ് കഴിച്ചത്. മാത്രമല്ല, ഇന്നലെ അവൻ്റെ വയറ് വല്ലാതെ വീർത്തിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. യാക്കോബ്, ഫിലിപ്പോസിനെ ഓർത്ത് നീ ഇനി വ്യാകുലപ്പെടേണ്ട. എന്തെന്നാൽ അവൻ്റെ രോഗം മാറിയിരിക്കുന്നു. നന്ദി കർത്താവേ, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് യാതൊരു സംശയവും ഹൃദയത്തിൽ അവശേഷിപ്പിക്കാതെയാണ് യാക്കോബ് നന്ദി പറഞ്ഞത്. പിന്നീട് ഞങ്ങൾ വഴിയിലൂടെ നടക്കുമ്പോൾ ഫിലിപ്പോസ് അരികിൽ വന്ന് പറഞ്ഞു. കർത്താവെ, അങ്ങ് ഇന്ന് വരുന്നത് വരെ എനിക്ക് നല്ല സുഖം തോന്നിയിരുന്നില്ല. എന്നാൽ അങ്ങയെ കണ്ട നിമിഷം തന്നെ അസ്വസ്ഥത എന്നിൽ നിന്ന് എടുക്കപ്പെട്ടു. എനിക്ക് നിങ്ങളോടൊപ്പം ജെറുസലേമിലേക്ക് പോകുവാൻ സാധിക്കുകയില്ലെന്നാണ് ഇന്നലെ വരെ ഞാൻ കരുതിയിരുന്നത്. ഞാനൊരു ഭാരമായേക്കുമോ എന്ന് ചിന്തിച്ചു. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ലോകത്തിൻ്റെ അതിർത്തി വരെ നടക്കാം. എൻ്റെ സ്നേഹിത, നിനക്ക് സുഖമായത് ഞാൻ സന്തോഷിക്കുകയാണ്. നീ കൂടെ വരാതിരുന്നെങ്കിൽ എനിക്ക് വിഷമമായേനെ. കർത്താവെ, ഞാൻ ദൂരെ ആയിരുന്നപ്പോൾ അങ്ങയുടെ അടുത്തെത്തുവാൻ എൻ്റെ ഹൃദയം ശരിക്കും എത്ര ദാഹിച്ചുവെന്നോ. അങ്ങയുടെ കൂടെ ആയിരുന്നില്ല എന്നതിനാൽ ചിലപ്പോഴൊക്കെ ഞാൻ കരഞ്ഞുപോയി. ഫിലിപ്പോസ് ലജ്ജയോടുകൂടിയാണെങ്കിലും പരമാർത്ഥമായാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്, ഉണ്ടായിരിക്കുകയും ചെയ്യും. നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോഴൊക്കെ എന്നിൽ ആശ്വസിക്കൂ. പക്ഷേ നീ ഭീഷണി അഭിമുഖീകരിക്കുകയോ ആകാം. നീ വേദനിക്കുകയോ ആവാം. നിനക്കിഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ വസിക്കുകയും ആവാം. അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ആകാം. ഈ സമയങ്ങളിലൊക്കെ ആശ്വാസത്തോടെ ഇരിക്കണം. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. മാത്രമല്ല, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയുമില്ല. എന്നെ പ്രതി കഷ്ടതകൾ സഹിക്കുവാനിരിക്കുന്ന എല്ലാവരെയും, ജീവൻ വരെ എനിക്ക് വേണ്ടി ബലികഴിക്കുന്നവരെയും ഓർമ്മിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. കർത്താവെ, അങ്ങയുടെ സാമീപ്യം എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നാലും അത് അങ്ങയെ കാണുമ്പോഴുള്ളതുപോലെയല്ല, ഫിലിപ്പോസ് വിശദീകരിച്ചു.
ഫിലിപ്പോസ്, നീ തീർച്ചയായും അനുഗ്രഹീതനാണ്. എന്തെന്നാൽ നിനക്ക് എന്നെ കാണാനായല്ലോ. എന്നാൽ എന്നെ കണ്ടിട്ടില്ലാത്തവർ എന്നെ അറിയുന്ന കാലം വരുന്നു. ചിലരൊക്കെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രം ശക്തി ആർജിച്ചുകൊണ്ട് അവർക്കുള്ളതെല്ലാം എനിക്കായി തരും. എന്ത് പ്രതിഫലമാണ് അവരെ സ്വർഗത്തിൽ കാത്തിരിക്കുന്നതെന്നോ? ദൈവത്തിനു വേണ്ടി ബലിയായി തീരുന്നതിനുള്ള പ്രതിഫലങ്ങൾ. ഈ ജീവിതത്തിൽ നിങ്ങൾക്കൊരിക്കലും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കുവാനോ സാധിക്കാത്ത പ്രതിഫലങ്ങളാണവ. എൻ്റെ പിതാവിനാൽ സ്വർഗരാജ്യത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്ന അനേകരെ ദർശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്നേഹം എന്നേക്കുമായി അവരുടെ മേൽ വർഷിക്കപ്പെടുന്നുമുണ്ട്. ഫിലിപ്പോസ് ചോദിച്ചു, ഒരുപാട് ത്യാഗങ്ങൾ ഉണ്ടാകുമോ കർത്താവേ? അവനെ നോക്കിയപ്പോൾ അവൻ്റെ മരണം കണ്ടു. എനിക്ക് വേണ്ടി മരിക്കുന്ന പലരുടെയും മതി ഫിലിപ്പോസേ, ഇനി മതി. ഞാൻ പറഞ്ഞു, എല്ലാ രക്തസാക്ഷികളുടെയും സ്നേഹം ദർശിച്ചപ്പോൾ അന്ധകാരത്തിൽ പ്രകാശം പരത്തുന്ന ആ സ്നേഹം കണ്ടപ്പോൾ ഞാൻ കരച്ചിലടക്കുവാൻ ബുദ്ധിമുട്ടി. പത്രോസ് ഞങ്ങളോടൊപ്പം വന്ന് ഫിലിപ്പോസിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു, നീ തിരിച്ചു വരുമ്പോൾ എനിക്ക് സന്തോഷമായി. നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഫിലിപ്പോസ് പിഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു, തിരിച്ചെത്തിയപ്പോൾ എനിക്ക് സന്തോഷമായി. എന്തെന്നില്ലാത്ത ഗൃഹാതുരത്വം അനുഭവപ്പെടുന്നു. ഞാൻ അവരെ നോക്കി. അപ്പോൾ ചിന്തിച്ചു, ജീവിതത്തിൽ ഒന്നിച്ചായിരിക്കുന്ന രണ്ട് കൂട്ടുകാർ, എന്നോടുള്ള സ്നേഹത്തെ പ്രതി മരണത്തിലും വന്നിരിക്കുന്ന രണ്ട് രക്തസാക്ഷികൾ. ഞാൻ ഉറക്കെ കരയുവാൻ തുടങ്ങി. പത്രോസ് ഫിലിപ്പോസ് എന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു, കർത്താവേ, എന്ത് പറ്റി? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും വേണ്ട സ്നേഹിതരെ, വിഷമിക്കാനൊന്നുമില്ല. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി, അത്രമാത്രം. ഞാൻ നടന്നുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. ഞാൻ കരയുകയായിരുന്നു. ബാക്കി എല്ലാവരും മൗനമായി നടന്നു. അല്പസമയത്തിനുള്ളിൽ ഞങ്ങൾ ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ആകെ നിശബ്ദമായിരുന്നു. ആരെയും കാണാനില്ല. മൃഗങ്ങളുമില്ല, മനുഷ്യരുമില്ല. ആൾതാമസമില്ലാത്തൊരു ഗ്രാമം. ഇവിടെ ഭയാനകമായിരിക്കുന്നു കർത്താവേ. ഗ്രാമത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ യാക്കോബ് എൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, നിനക്ക് നിശബ്ദതയിൽ ഭയം തോന്നുന്നുണ്ടോ? അതൊന്നുമില്ല. എന്നാലും ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഭയപ്പെടരുത്. സ്വയം ഭയത്തിന് പിടികൊടുക്കുമ്പോൾ തിന്മ ഭവിക്കാൻ നമ്മൾ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിട്ട് ആ വിശ്വാസത്തിൽ ശാന്തനായിരിക്കൂ. എന്തെന്നാൽ ദൈവം നിന്നെ നോക്കിക്കൊള്ളും. അപ്പോൾ കുറച്ചു ദൂരത്തു നിന്ന് ഒരു അലർച്ച കേട്ടു. വരൂ, എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണാം. ഞാൻ ശിഷ്യന്മാരെ വിളിച്ചു. ആർത്തനാദം വന്ന ദിശയെ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ വീണ്ടും അതേ അലർച്ച. പിന്നെ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു. കുറെ കൂടി അടുത്തപ്പോഴാണ് മനസ്സിലായത്, ഉറക്കെ ചിരിക്കുകയും പരിഹസിച്ച് അട്ടഹസിക്കുകയും ചെയ്യുന്ന റോമാക്കാർ. ഞങ്ങൾ ഒരു ചെറിയ താഴ്വരയിൽ എത്തിച്ചേർന്നു. അവിടെ ഗ്രാമവാസികൾ മുഴുവനും സമ്മേളിച്ചിരിപ്പുണ്ട്. മുൻപിൽ ഒരു വൃന്ദം റോമൻ പട്ടാളക്കാരും. അവിടെ 2 കുരിശുകൾ നാട്ടിയിട്ടുണ്ട്. അതിൽ അറക്കപ്പെട്ട ചെറുപ്പക്കാരായ 2 മനുഷ്യർ. വളരെയധികം അടിച്ച് അവശരാക്കിയ മൂന്നാമതൊരുവനെ മറ്റൊരു കുരിശിൽ ബന്ധിക്കുവാൻ തുടങ്ങുന്നു. സമൂഹം മൗനമായി നിൽക്കുകയാണ്. ആ മനുഷ്യൻ ദയനീയമായി നിലവിളിച്ചു, ഇസ്രായേലിന് വേണ്ടി. അവനത് പറയവേ അവർ അവൻ്റെ കയ്യിൽ ഒരു ആണി അടിച്ചു കയറ്റി. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. ഈ ശപിക്കപ്പെട്ട ദേശത്തിന് വേണ്ടി ഇത്രയും വേണമോ? ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് ഒരു പട്ടാളക്കാരൻ തറയിൽ വെച്ചിട്ടുള്ള ആ കുരിശിന് മീതെ നിന്നിട്ട് അവൻ്റെ മുഖത്ത് ആഞ്ഞു തുപ്പി. കുരിശ് ഉയർത്തിയപ്പോൾ പട്ടാളക്കാരുടെ മേധാവിയായ ശതാധിപൻ സംഘത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കുരച്ചു. റോമാക്കാരെ എതിർക്കുന്ന കുറ്റവാളിയുടെ ഗതി ഇതാണ്. ഓർമ്മിച്ചോളൂ, ആർക്കെങ്കിലും വീരരാകണമെന്ന് തോന്നുമ്പോൾ ഇതാണ് നിന്റെ ഗതി. പിന്നെ ഇതും. അവിടെയായി കെട്ടിയിട്ടിരിക്കുന്ന വളർത്തുമൃഗങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ വീണ്ടും പറഞ്ഞു, ഇവരെ പോലെയുള്ളവരെ അനുകൂലിക്കുന്നവരുടെ ഗതി ഇതാണ്. അയാൾ പട്ടാളക്കാർക്ക് അടയാളം കൊടുത്തപ്പോൾ അവരിൽ ആടുമാടുകളെ കശാപ്പ് ചെയ്തു തുടങ്ങി. കുരിശിൽ കിടക്കുന്ന ചെറുപ്പക്കാരൻ തൻ്റെ വേദനയിടയിലും അലറി, അവയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവറ്റകളെ വെറുതെ വിടൂ. പട്ടാള മേധാവി തലയുയർത്തി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കൂട്ടുകാർക്ക് വേണ്ടി എല്ലാ ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കും ധീരനാണോ നീ? വല്ലാത്ത ധീരത തന്നെ. ഇതുകൂടി ഇരിക്കട്ടെ നിനക്ക്. അയാൾ തൻ്റെ പട്ടാളക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു കുന്തം വാങ്ങിയിട്ട് അതിൻ്റെ പിൻഭാഗം കൊണ്ട് ആ മനുഷ്യൻ്റെ വയറ്റിൽ അടിക്കുവാൻ ആരംഭിച്ചു. നിർത്തൂ. ഒരു പ്രായമായ സ്ത്രീ കരഞ്ഞുകൊണ്ട് മുമ്പോട്ട് ഓടി വന്നു. ദയവായി അവനെ ഉപദ്രവിക്കരുത്. പട്ടാള മേധാവി തിരിഞ്ഞ് കുന്തത്തിൻ്റെ പിൻഭാഗം കൊണ്ട് അവളുടെ മുഖത്ത് ഇടിച്ചു. അയാൾ ഇപ്രകാരം ചെയ്തപ്പോൾ കുരിശിൽ കിടന്നയാൾ വിളിച്ചു, അമ്മേ. ആ സ്ത്രീയുടെ മുഖത്തു നിന്ന് ചോര വാർന്നൊഴുകി. അർദ്ധബോധാവസ്ഥയിൽ അവൾ അവിടെ വീണുകിടന്നു. ഇതാണോ നിന്നെ ഉദരത്തിൽ വഹിച്ച വൃത്തികെട്ടവൾ? റോമാക്കാരൻ ആർത്ത് ചിരിച്ചുകൊണ്ട് അവളുടെ മേൽ തുപ്പി. കുരിശിൽ കിടക്കുന്നയാൾ വലിയ ശബ്ദത്തിൽ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ അമ്മയെ കാത്തുകൊള്ളണേ. എന്നിട്ട് അയാൾ അന്ത്യശ്വാസം വലിച്ചു. ദൈവം അങ്ങനെയൊന്നുമില്ല. റോമാക്കാരൻ്റെ കുന്തമാണ് ദൈവം. ശതാധിപൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. അയാളോടൊപ്പം മറ്റു പടയാളികൾ ചിരിക്കുവാൻ തുടങ്ങി. ഞാൻ മുമ്പോട്ട് നടക്കവേ പത്രോസ് കൈക്ക് പിടിച്ചു വലിച്ചു. കർത്താവെ, സൂക്ഷിക്കണം. അവൻ പറഞ്ഞു, പത്രോസെ, ഭയപ്പെടരുത്, വിശ്വസിക്കൂ. ഞാൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ പത്രോസ് എന്നെ പോകാൻ അനുവദിച്ചു. പ്രായമായ സ്ത്രീയുടെ പക്കലേക്ക് ചെന്ന് ഞാൻ അവരുടെ അരികിൽ കുനിഞ്ഞിരുന്നു. എന്താണിത്? റോമക്കാരൻ അമറിക്കൊണ്ട് എന്നെ നോക്കി. നീ അവളുടെ മറ്റൊരു മകനാണോ? നീയും ഒരു തീവ്രവാദിയാണോ? ചോദ്യം ചെയ്തുകൊണ്ട് എന്നെ അടിക്കുവാനായി അയാൾ കുന്തം ഉയർത്തി. റോമക്കാരൻ്റെ കുന്തം എൻ്റെ മേൽ പതിക്കും മുമ്പ് എന്നെ രക്ഷിക്കുവാനായി പത്രോസ് പാഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. എന്നാൽ അവൻ ബോധം കെട്ട് നിലത്ത് വീഴുകയാണ് ഉണ്ടായത്. കുന്തം എൻ്റെ നേരെ
നീണ്ടു വന്നപ്പോൾ ഞാൻ ആ ശതാധിപൻ്റെ നേരെ തല ഉയർത്തിക്കൊണ്ട് അയാളുടെ ഹൃദയത്തിലേക്ക് നോക്കി. അപ്പോൾ കുന്തം എന്നെ സ്പർശിക്കുന്നതിന് തൊട്ടു മുമ്പ് ചലനരഹിതമായി. നിന്റെ അമ്മയോട് ഇപ്രകാരം പെരുമാറിയാൽ നിനക്ക് ഇഷ്ടമാകുമോ? ഒരു വയസ്സായ സ്ത്രീയെ അടിക്കുക എന്നാൽ ഭീരുത്വമാണ്, ധീരതയല്ല. ഞാനിത് പറഞ്ഞപ്പോൾ അയാൾ മരവിച്ചതുപോലെ നിന്നു. നിന്റെ പിതാവ് രാത്രി തോറും നിന്റെ അമ്മയെ പൊതിരെ തല്ലിയത് ഓർമ്മിക്കുന്നില്ലേ? അവളുടെ വേദനയിൽ അയാൾ ആഹ്ലാദിച്ച് ചിരിച്ചിരുന്നു. അമ്മയെ ഉപദ്രവിക്കുന്ന അയാളെ കൊല്ലണമെന്ന് പല പ്രാവശ്യം നിനക്ക് തോന്നിയിട്ടില്ലേ? ഇപ്പോൾ നീയും അത് തന്നെ ചെയ്യുന്നു. നീ വളരെയധികം വെറുത്ത പിതാവിൻ്റെ പ്രവൃത്തികളെ അതുപോലെ തന്നെ നീ അനുകരിക്കുന്നു. നീ നിന്റെ പിതാവിനെ പിൻചെല്ലുകയാണ്. ശതാധിപൻ പകച്ച് പിന്മാറി. നീ ഇതെങ്ങനെ അറിഞ്ഞു? അവൻ ചോദിച്ചു. എനിക്കറിയാം, ഞാൻ പറഞ്ഞു. നിന്റെ ഭാര്യയോട് നീ പെരുമാറുന്നത് എങ്ങനെയെന്നും എനിക്കറിയാം. നീ നിന്റെ പിതാവിൻ്റെ കാലടിയിൽ പിന്തുടരുകയാണ്. എങ്കിലും നീ കുട്ടിയായിരുന്നപ്പോൾ ഒരിക്കലും അവനെപ്പോലെ ആകുകയില്ലെന്ന് സത്യം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് നീ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത്? അയാളുടെ സ്വരം പരിഭ്രാന്തമായിരുന്നു. ഒരു രാത്രിയിൽ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി നിലകൊണ്ടു എന്ന കാരണത്താൽ സ്വന്തം പിതാവിൻ്റെ ദണ്ഡനമേറ്റ മരണാസന്നനായ ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് എനിക്കറിയാം. സ്വന്തം പിതാവ് ഭക്ഷണമൊന്നും കൊടുക്കാതെ വെള്ളം മാത്രം കൊടുത്തുകൊണ്ട് ഒരു ഇരുട്ടുമുറിക്കകത്ത് ദിവസങ്ങളോളം പൂട്ടിയിട്ട കുട്ടിയാണ് അവൻ. ഇനി ഒരിക്കലും തനിക്ക് വേദനിക്കുകയില്ലെന്ന് പറഞ്ഞ് അവൻ വളർന്നപ്പോൾ റോമ പട്ടാളത്തിൽ ചേർന്ന ആ കുട്ടി പിന്നീട് ശക്തിമാനായ മനുഷ്യനായി തീർന്നു. ഹൃദയം നിറഞ്ഞ വിദ്വേഷത്തോടെ വീട്ടിൽ തിരിച്ചെത്തിയ അവൻ സ്വന്തം പിതാവിനെ അടിച്ചു കൊന്നു. വെറുപ്പും കോപവും നിറഞ്ഞ മനുഷ്യനായി തീർന്ന ഒരു കുട്ടിയാണ് അവൻ. അവനിൽ നിന്ന് സ്നേഹം അപ്രത്യക്ഷമായിരിക്കുന്നു. അവൻ്റെ ജീവിതം മുഴുവനും മുമ്പിൽ ദർശിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മരണവും നാശവും നിറഞ്ഞു നിൽക്കുകയാണ് അവൻ്റെ ജീവിതത്തിൽ. ക്രോധത്തിൻ്റെതായ ഒരു ജീവിതം. അവൻ തീഷ്ണതയോടെ എന്നെ നോക്കി. എന്നെ അടിക്കുവാനായി അവൻ്റെ 2 പട്ടാളക്കാർ ഓടി വന്നപ്പോൾ അവൻ അലറി, വേണ്ട, നിർത്തൂ, അവനെ വിട്ടേക്കൂ. ആ സ്ത്രീയുടെ ബോധം അല്പാൽപമായി തെളിയുന്നുണ്ടായിരുന്നു. ഞാൻ തലയുയർത്തിയിട്ട് ചോദിച്ചു, നിന്റെ അമ്മയെ ഓർക്കുന്നില്ലേ? ഒരു കണ്ണുനീർ കണം അവൻ്റെ മിഴിയിൽ പൊടിഞ്ഞു. അവൻ അത് തുടച്ചു കളഞ്ഞിട്ട് സേവകരോടായി പറഞ്ഞു, നിങ്ങളുടെ ആയുധമൊക്കെ എടുക്കുവിൻ, നമ്മൾ പോവുകയാണ്. അവൻ എന്നെ നോക്കി, എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഇനിയും കാണും. അവൻ കുതിരപ്പുറത്ത് ചാടി കയറി തൻ്റെ ആളുകളെയും കൊണ്ട് ഗ്രാമത്തിൽ നിന്ന് പോയി. അതെ, അവനെ ഇനിയും കണ്ടുമുട്ടുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്തെന്നാൽ അവൻ്റെ കരങ്ങളിൽ എൻ്റെ ശിരസിൽ വയ്ക്കുവാനുള്ള മുൾക്കിരീടം ഞാൻ ദർശിച്ചു. ചുറ്റും ഓടിക്കൂടിയ ഗ്രാമവാസികൾ അവനെ താഴെ ഇറക്കി. എന്നാൽ അപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. അവർ 3 പേരും മരിച്ചുപോയി. വയസ്സായ സ്ത്രീ തൻ്റെ മകനെക്കുറിച്ച് വിലപിച്ച് കരയുകയായിരുന്നു. അപ്പോൾ ഞാൻ പത്രോസിൻ്റെ അടുത്തേക്ക് നടന്നു. നിലത്തിരിക്കുകയായിരുന്നു അവൻ. അവൻ്റെ നെറ്റിയിലെ മുറിവ് പരിചരിച്ചുകൊണ്ട് അന്ത്രയോസും യോഹന്നാനും. നന്ദി സ്നേഹിത, എന്നെ സംരക്ഷിക്കുവാനായി നീ ഓടി വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുനിഞ്ഞ് അവൻ്റെ മുഖത്ത് തൊട്ടു. കർത്താവേ, പത്രോസ് പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങ് ഉപേക്ഷിച്ചു പോവുകയില്ല. പക്ഷേ അവൻ ഉപേക്ഷിക്കുമെന്നത് ഞാൻ അറിഞ്ഞിരുന്നു. എങ്കിലും അവൻ എൻ്റെ പാറയാകുമെന്നതും എനിക്കറിയാം. ഞാൻ പോയി ഗ്രാമവാസികളിൽ വയോധികനായ ഒരാളോട് ചോദിച്ചു, ഈ മൃഗങ്ങളിലല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. എന്തെന്നാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി പാൽ ലഭിക്കുകയില്ല. നിലം ഉഴുതുവാൻ ഞങ്ങൾക്കിനി മൃഗങ്ങളില്ല. എന്നാലും ഞങ്ങൾ ജീവിക്കും, അദ്ദേഹം പറഞ്ഞു. യൂദാസ്, ഞാൻ വിളിച്ചു, ഒന്നിറങ്ങി വരൂ. യൂദാസ് അടുത്തു വന്നു പറഞ്ഞു, കർത്താവേ, ഈ ഗ്രാമവാസികൾക്ക് അവരുടെ കഷ്ടത നിറഞ്ഞ ഈ സമയത്ത് എളിയ സഹായം ആവശ്യമാണ്. അവർക്ക് കുറച്ച് പണം കൊടുക്കണം. യൂദാസ് ദയനീയമായി എന്നെ നോക്കി, പക്ഷേ തർക്കിക്കാൻ നിന്നില്ല. എത്രയാണ് അവർക്ക് കൊടുക്കേണ്ടത്? നമുക്കുള്ളതിൻ്റെ പാതി. എന്ത്, അത്രയും കൊടുക്കാനോ? അവൻ വിസ്മയിച്ചുകൊണ്ട് സ്വരമുയർത്തി. അതെ യൂദാസ്, അവർക്ക് സഹായം ആവശ്യമാണ്. നമ്മുടെ കൈവശം കൊടുക്കുവാനുമുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. ശരി കർത്താവേ. അവൻ മടിച്ച് കീശയിൽ നിന്നും പണസഞ്ചി പുറത്തെടുത്തിട്ട് കുറച്ച് നാണയങ്ങൾ എണ്ണുവാൻ തുടങ്ങി. ആ വൈദികനായ ഗ്രാമവാസി അപ്പോൾ പറഞ്ഞു, ഇത്രയധികമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇതൊരിക്കലും തിരിച്ചു തരാൻ ഞങ്ങൾക്കാവില്ല. തിരിച്ചു വരുവാൻ ആവശ്യപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു. പിന്നെ യൂദാസിൻ്റെ നേരെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ആ സഞ്ചിയിലുള്ളത് മുഴുവൻ അവർക്ക് കൊടുത്തേക്കൂ. നിന്റെ കുപ്പായത്തിനടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മറ്റു കിഴിയുണ്ടല്ലോ, അത് നമുക്ക് മതിയാകും. യൂദാസിന് ആ നിർദ്ദേശം ഉൾക്കൊള്ളാനായില്ല. മടിച്ച് ആ പണം കൊടുക്കുമ്പോൾ അവൻ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു. അങ്ങ് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ കൂടെ താമസിക്കണം പ്രഭു, ആ വയോധികൻ പറഞ്ഞു. ഇന്നാണെങ്കിൽ നമുക്ക് ഭക്ഷിക്കുവാൻ മാംസമുണ്ട്. ചത്ത മൃഗങ്ങളെ നോക്കിക്കൊണ്ട് വ്യസനത്തോടെ അയാൾ കൂട്ടിച്ചേർത്തു. അയാൾ ചിന്തിച്ചത് തന്നെ ഞാൻ യൂദാസിൻ്റെ മനസ്സിലും കണ്ടു. കുറഞ്ഞ പക്ഷം നമുക്ക് നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിക്കുകയെങ്കിലും ആകാം. ഇല്ല സ്നേഹിത, നിങ്ങളുടെ മരിച്ചവരെ അടക്കുന്നതിനും ചെറുപ്പക്കാരായ ഈ മനുഷ്യരെക്കുറിച്ച് വിലപിക്കുന്നതിനുമായി നിങ്ങളെ വിട്ടുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ വായന ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. നാളെ അടുത്ത ദിവസം നമുക്ക് വായന തുടരാം.